ആശ്രയം, ആശയറ്റ നേരമെൻ്റെ ആശ്വാസം. നിൻ വചനമാരി തൂകി നീ എൻ്റെ വേദനകൾ സൗഖ്യമാക്കണേ. യേശുനാമമെൻ്റെ ആശ്രയം, ആശയറ്റ നേരമെൻ്റെ ആശ്വാസം. നിൻ വചനമാരി തൂകി നീ എൻ്റെ വേദനകൾ സൗഖ്യമാക്കണേ. ബെഥസ്ദ കുളക്കരയിലെ രോഗി പോൽ ഞാൻ തളർന്നവനാകുന്നു. നിന്റെ കരുണ തേടുന്നു, വൈകല്ലേ എൻ്റെ മോചകാ. ബെഥസ്ദ കുളക്കരയിലെ രോഗി പോൽ ഞാൻ തളർന്നവനാകുന്നു. നിന്റെ കരുണ തേടുന്നു, വൈകല്ലേ എൻ്റെ മോചകാ. എന്നെ ചുറ്റും ആയിരങ്ങൾക്കിടയിലായി എന്നെ തന്നെ നോക്കി നിൽക്കുന്നേയൊരുവൻ. എന്നെ ചുറ്റും ആയിരങ്ങൾക്കിടയിലായി എന്നെ തന്നെ നോക്കി നിൽക്കുന്നേയൊരുവൻ. അത് യേശുവായിരുന്നു, എൻ്റെ രക്ഷയായിരുന്നു. അവൻ എൻ്റെ ശിക്ഷ ഏറ്റുവാങ്ങി നിന്നു. അത് യേശുവായിരുന്നു, എൻ്റെ രക്ഷയായിരുന്നു. അവൻ എൻ്റെ ശിക്ഷ ഏറ്റുവാങ്ങി നിന്നു. ബെഥസ്ദ കുളക്കരയിലെ രോഗി പോൽ ഞാൻ തളർന്നവനാകുന്നു. നിന്റെ കരുണ തേടുന്നു, വൈകല്ലേ എൻ്റെ മോചകാ. ബെഥസ്ദ കുളക്കരയിലെ രോഗി പോൽ ഞാൻ തളർന്നവനാകുന്നു. നിന്റെ കരുണ തേടുന്നു, വൈകല്ലേ എൻ്റെ മോചകാ. ചാട്ടവാറുകൊണ്ടു പ്രഹരമേൽക്കവേ ചീറ്റിയില്ല കോപമെൻ്റെ നായകൻ. ചാട്ടവാറുകൊണ്ടു പ്രഹരമേൽക്കവേ ചീറ്റിയില്ല കോപമെൻ്റെ നായകൻ. അവൻ ശാന്തനായിരുന്നു, അത് ശക്തിയായിരുന്നു. അവൻ എൻ്റെ കോപത്തീയടച്ചു നിന്നു. അവൻ ശാന്തനായിരുന്നു, അത് ശക്തിയായിരുന്നു. അവൻ എൻ്റെ കോപത്തീയടച്ചു നിന്നു. യേശുനാമമെൻ്റെ ആശ്രയം, ആശയറ്റ നേരമെൻ്റെ ആശ്വാസം. നിൻ വചനമാരി തൂകി നീ എൻ്റെ വേദനകൾ സൗഖ്യമാക്കണേ. യേശുനാമമെൻ്റെ ആശ്രയം, ആശയറ്റ നേരമെൻ്റെ ആശ്വാസം. നിൻ വചനമാരി തൂകി നീ എൻ്റെ വേദനകൾ സൗഖ്യമാക്കണേ. ബെഥസ്ദ കുളക്കരയിലെ രോഗി പോൽ ഞാൻ തളർന്നവനാകുന്നു. നിന്റെ കരുണ തേടുന്നു, വൈകല്ലേ എൻ്റെ മോചകാ. ബെഥസ്ദ കുളക്കരയിലെ രോഗി പോൽ ഞാൻ തളർന്നവനാകുന്നു. നിന്റെ കരുണ തേടുന്നു, വൈകല്ലേ
ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എബ്രായ ലേഖനം 11-ാം അധ്യായം 17 മുതലുള്ളതായ വാക്യങ്ങളാണ് ആദ്യം വായിക്കുന്നത്. വിശ്വാസത്താൽ അബ്രഹാം താൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ ഇസ്ഹാക്കിനെ യാഗമർപ്പിച്ചു. ഇസ്ഹാക്കിൽ നിന്ന് ജനിക്കുന്നവർ നിന്റെ സന്തതിയെന്ന് വിളിക്കപ്പെടുമെന്ന് അരുളപ്പാട് ലഭിച്ച് വാഗ്ദത്തങ്ങളെ കൈക്കൊണ്ടവൻ തൻ്റെ ഏകജാതനെ അർപ്പിച്ചു. മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിപ്പാൻ ദൈവം ശക്തനെന്ന് എണ്ണുകയും അവരുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റവനെ പോലെ അവനെ തിരികെ പ്രാപിക്കുകയും ചെയ്തു. വിശ്വാസത്താൽ അബ്രഹാം താൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ ഇസ്ഹാക്കിനെ യാഗം അർപ്പിച്ചു. ദൈവം അബ്രഹാമിനെ വിളിച്ച് തൻ്റെ മകനായ ഇസ്ഹാക്കിന് യാഗം കഴിക്കണമെന്ന് ആവശ്യപ്പെടുന്നത് നമുക്ക് ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ കാണാൻ കഴിയും. അവിടെ നാം കാണുന്നത് അങ്ങനെയാണ്. ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചു. ദൈവം അബ്രഹാമിനെ ടെസ്റ്റ് ചെയ്തു. അതിൻ്റെ ശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത് എങ്ങനെയെന്നാൽ, അബ്രഹാമേ എന്ന് വിളിച്ചതിന് ഞാനിതാ എന്ന് അവൻ പറഞ്ഞു. അപ്പോൾ അവൻ, നിൻ്റെ മകനെ, നീ സ്നേഹിക്കുന്ന നിൻ്റെ ഏകജാതനായ ഇസ്ഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോരിയാദേശത്ത് ചെന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ അവനെ ഹോമയാഗം കഴിക്കുക എന്ന് അരുളി ചെയ്തു. നിൻ്റെ മകനെ, നീ സ്നേഹിക്കുന്ന ഇസ്ഹാക്കിനെ ഹോമയാഗം കഴിക്കുക എന്നാണ് ദൈവം അബ്രഹാമിനോട് പറഞ്ഞത്. അബ്രഹാം വിശ്വാസികളുടെ പിതാവാണെന്ന് പിൽക്കാലത്ത് സ്വർഗീയമായ സാക്ഷ്യം ലഭിച്ച അനുഗ്രഹീതനായ വ്യക്തിയാണ് വിശ്വാസികളുടെ പിതാവ്. എന്നിങ്ങനെയാണ് വിശ്വാസികളുടെ പിതാവായി തീർന്നത്. അബ്രഹാം ദൈവത്തിൻ്റെ വചനം വിശ്വസിച്ചു. ദൈവത്തിൻ്റെ വചനം വിശ്വസിച്ചു, വചനം അനുസരിച്ചു. നാം എല്ലാം വിശ്വാസികളാണെന്ന് സ്വയം അഭിമാനിക്കാറുണ്ട്. നാം വചനം വിശ്വസിക്കുന്നവരാണെന്ന് പലപ്പോഴും നമുക്ക് തന്നെ സ്വയം തോന്നാറുണ്ട്. ഞാനൊരു വിശ്വാസിയാണ്, ഞാൻ വചനം സ്വീകരിക്കുന്നു, വചനം വിശ്വസിക്കുന്നു, എനിക്ക് ദൈവവിശ്വാസമുണ്ട്, എനിക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വാസമുണ്ട് എന്നെല്ലാം പലപ്പോഴും നമുക്ക് സ്വയം ഒരു തൃപ്തി വരാറുണ്ട്. എന്നാൽ വാസ്തവത്തിൽ നാം വിശ്വാസിയാണോ അല്ലയോ എന്ന് അറിയുന്നത് വചനം, കേൾക്കുന്ന വചനം നാം ദൈവശബ്ദമായി കൈക്കൊള്ളുകയും അത് നാം അനുസരിക്കുകയും ചെയ്യുന്നു എന്നതിനെ ആധാരമാക്കിയാണ്. വചനം ദൈവശബ്ദമായി നാം കേൾക്കുന്നു, ദൈവശബ്ദമായി നാം തിരിച്ചറിയുന്നു. പോരാ, അത് തിരിച്ചറിയുന്നുണ്ടെങ്കിൽ നാം തീർച്ചയായും അനുസരിച്ച് പോകും. അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, വചനം അനുസരിച്ചു. ദൈവം അബ്രഹാമിനോട് പറഞ്ഞത് എന്താണ്? നിൻ്റെ മകനെ, നീ സ്നേഹിക്കുന്ന നിൻ്റെ ഏകജാതനായ ഇസ്ഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് നീ മോരിയാദേശത്ത് പോയി അവിടെ ഞാൻ നിനക്ക് കാണിച്ചു തരുന്ന മലയിൽ അവനെ എനിക്ക് ഹോമയാഗം കഴിക്കുക എന്നാണ് ദൈവം പറയുന്നത്. വളരെ വ്യക്തമായും കൃത്യമായുമുള്ള ഒരു വചനമാണ് ദൈവം കൊടുക്കുന്നത്. വളരെ കൃത്യമായിട്ടാണ് ദൈവം പറയുന്നത്. നീ പുറപ്പെടുക, നീ ആരെയാണ് കൂട്ടിക്കൊണ്ട് പോകേണ്ടത്, ആരെയാണ് യാഗം കഴിക്കേണ്ടത്, നിൻ്റെ മകനെ, നീ സ്നേഹിക്കുന്ന നിൻ്റെ ഏകജാതനായ ഇസ്ഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് പോകാം, അവനെ ഇന്ന സ്ഥലത്ത് യാഗം കഴിക്കുക എന്നാണ് പറയുന്നത്. വളരെ കൃത്യമായിട്ടാണ് ദൈവം പറയുന്നത്. ദൈവത്തിൻ്റെ വചനം എപ്പോഴും വളരെ കൃത്യതയുള്ളതാണ്, സ്പെസിഫിക്കാണ്. ദൈവം നമ്മോട് ഇടപെടുന്നത് കൃത്യമായിട്ടാണ്, വളരെ വ്യക്തമായിട്ടാണ്. യാതൊരു അവ്യക്തതയും അതിലുണ്ടായിരിക്കുകയില്ല. കൃത്യമായി ദൈവം നമ്മോട് കൽപ്പിക്കുന്നു. എന്താണ് നമ്മോട് കൽപ്പിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഉദ്ദേശം നിറവേറ്റുന്നതിന്, ദൈവത്തിൻ്റെ പ്രതീക്ഷ നിറവേറ്റുന്നതിന്, നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ആഗ്രഹം നിറവേറ്റുന്നതിന് നാം ചിലത് ചെയ്യണമെന്നാണ് ദൈവം പറയുന്നത്. നമ്മിൽ നിന്നുകൊണ്ട് ജീവനുള്ള ദൈവത്തിൻ്റെ ചില കാര്യങ്ങൾ നിർവഹിക്കാനുണ്ട്. നാം ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിന്നുകൊണ്ട് കർത്താവിനായി ഈ തലമുറയിൽ ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. വളരെ ഉന്നതമായ പ്രതീക്ഷകളാണ്, വളരെ ഉദാത്തമായ പദ്ധതികളാണ് ദൈവത്തിന് നമ്മൾ ഓരോരുത്തരെക്കുറിച്ചും ഉള്ളത്. യിരെമ്യാ പ്രവാചകൻ പറയും, നിന്നെക്കുറിച്ചുള്ളതായ
എൻ്റെ നിരൂപണങ്ങൾ വളരെ ഉന്നതമാണ് എന്ന്. നിന്നെക്കുറിച്ചുള്ളതായ എൻ്റെ പ്രതീക്ഷകൾ വളരെ ഉന്നതമാണ് എന്ന്. നിന്നെക്കുറിച്ചുള്ളതായ എൻ്റെ നിരൂപണങ്ങൾ നിനക്ക് ശുഭഭാവി നൽകുന്നതാണ് എന്ന്. ശുഭഭാവി നൽകാനുള്ള നിരൂപണങ്ങൾ. നമുക്ക് ശുഭഭാവി ലഭിക്കുവാൻ ദൈവം ചില കാര്യങ്ങൾ പ്ലാൻ ചെയ്യുകയാണ്. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പദ്ധതികൾ. എന്താണ് ആ പദ്ധതി? അത് എനിക്ക് വേണ്ടിയുള്ള ഏറ്റവും നല്ല പദ്ധതിയാണ്. നാം ഓരോരുത്തർക്കും വേണ്ടിയുള്ള പദ്ധതിയാണ്. നാം ഓരോരുത്തരെക്കുറിച്ചും ദൈവത്തിന് വളരെ നിയതമായ പരിപാടികളുണ്ട്. സഹോദരങ്ങളെ, നാം ശൂന്യതയിൽ നിന്ന് വന്നവരല്ല, നാം ശൂന്യതയിലേക്ക് പോകുന്നവരല്ല. ദൈവത്തിൻ്റെ വ്യക്തമായൊരു പദ്ധതി അനുസരിച്ചാണ് നാം ഈ ഭൂമിയിലേക്ക് വന്നത്. നിത്യനായ ദൈവത്തിൻ്റെ അത്ഭുത കരങ്ങൾ തന്നെയാണ് നമ്മെ ഇതുവരെയും നടത്തി ഇവിടം വരെയും എത്തിച്ചത്. ഒരണുവിൽപ്പ് പോലും ദൈവം കാണാതിരുന്നില്ല, ദൈവം അറിയാതിരുന്നില്ല. എല്ലാം അറിഞ്ഞും കണ്ടും ദൈവം നിയമിച്ചുമാണ് ഇന്നുവരെയും നാം ഇവിടം വരെയും എത്തിയത്. ഏതെല്ലാം കടമ്പകൾ കടന്നു, ഏതെല്ലാം വൈതരണികൾ കടന്നു, ഏതെല്ലാം പ്രതിസന്ധികളെ നേരിട്ടു, ഏതെല്ലാം പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചു, എവിടെയെല്ലാം ചെന്ന് മുട്ടി തട്ടി, വീണു എഴുന്നേറ്റു, വേച്ചു വിറച്ചു, പലപ്പോഴും പതറി ഭയപ്പെട്ടു, പലപ്പോഴും പരിഭ്രാന്തരായി വിഷമിച്ചു, പലപ്പോഴും ഭയചകിതരായി, ചിലപ്പോൾ ഭീരുക്കളായി, ചിലപ്പോഴെല്ലാം വാടി തളർന്നുപോയി നിരാശരായി. എന്നാൽ ദൈവം എല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. സ്നേഹിതരെ, ഇതൊരു അനുഗ്രഹീതമായ കാര്യമല്ലേ? നമ്മെ കാണുന്ന ആ ഒരു ദൈവം, നമ്മെ കരുതുന്ന ആ ഒരു ദൈവം, നമ്മെ കാക്കുന്ന ആ ഒരു ദൈവം, നമ്മെ പരിപാലിക്കുന്ന ആ ഒരു ദൈവം, നമ്മുടെ കാര്യം അന്വേഷിക്കുന്ന ആ ഒരു ദൈവം, നമ്മുടെ ഏറ്റവും നല്ല കാര്യം ഏറ്റവും നല്ല പദ്ധതിയായി നമ്മിൽ നിവർത്തിക്കാൻ ബന്ധപ്പെടുന്ന ആ ദൈവം ബന്ധപ്പാടോടെ നിൽക്കുന്നു. ദൈവം സ്നേഹത്തോടെ നിൽക്കുന്നു. യിരെമ്യാ പ്രവാചകൻ്റെ വാക്യം നമുക്ക് വായിച്ച് കേൾക്കാം. യിരെമ്യാ പ്രവാചകൻ അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? ദൈവത്തിൻ്റെ നിരൂപണങ്ങൾ എങ്ങനെയുള്ളവ എന്ന് പറയുന്നു. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു. നിങ്ങളെക്കുറിച്ചുള്ളതായ എൻ്റെ നിരൂപണങ്ങൾ ഇന്നിന്നവ എന്ന് ഞാൻ അറിയുന്നു. സ്നേഹിതരെ, നമ്മെക്കുറിച്ച് ദൈവത്തിന് ചില നിരൂപണങ്ങളുണ്ട്. വളരെ സ്പെസിഫിക് പ്രോഗ്രാമുണ്ട്, വളരെ ഡെഫിനിറ്റ് സ്കീംസ് ഉണ്ട്. ദൈവത്തിന് നമ്മെക്കുറിച്ച് വളരെ കൃത്യമായ ചില പരിപാടികളുണ്ട്. നമ്മെ തന്നെ ഈ ദൈവം നോക്കിക്കൊണ്ട് നിൽക്കുന്നു മാത്രമല്ല, നമ്മെ ഉയർത്തുവാൻ, നമ്മെ ദൈവം ഉദ്ദേശിക്കുന്ന സ്ഥാനത്തേക്ക് ആക്കുവാൻ ദൈവം ബദ്ധപ്പാടോടെ നിൽക്കുകയാണ്. എനിക്ക് കഴിവില്ല എന്ന് നിങ്ങൾ പറയരുത്. എനിക്ക് ആരുമില്ല എന്ന് നിങ്ങൾ പറയരുത്. എന്നെ സ്നേഹിക്കാൻ ആരുമില്ല എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ഞാൻ ഒറ്റപ്പെട്ടു പോയല്ലോ എന്ന് നിങ്ങൾ ഓർക്കരുത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ കാണുന്നൊരു ദൈവമുണ്ട്, നിങ്ങളെ നടത്താൻ മതിയായൊരു ദൈവമുണ്ട്, നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്, നിങ്ങളെ കരുതുന്ന ഒരു ദൈവമുണ്ട്. എൻ്റെ ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. പഴയ കാലങ്ങളിലേക്ക് നിങ്ങൾ തിരിഞ്ഞു നോക്കൂ, നടന്നു വന്ന വഴികളിലേക്ക് തിരിഞ്ഞു നോക്കൂ. നിങ്ങൾ ഓരോ കാൽച്ചുവടുകൾ വെച്ച് വന്ന് ഇവിടം വരെയും എത്തിയ വഴികളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങും. നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും. കർത്താവേ, ഞാൻ എവിടെ നിന്നാണ് വന്നത്? എവിടെ നിന്നാണ് നീ എന്നെ പുറപ്പെടുവിച്ചു കൊണ്ടുവന്നത്? ഏതെല്ലാം വഴികളിലൂടെയാണ് നീ എന്നെ നടത്തിക്കൊണ്ടു വന്നത്? കർത്താവേ, നീ എന്നെ കൊണ്ടുവന്ന വിധങ്ങൾ എന്തെല്ലാമാണ്? എൻ്റെ കർത്താവേ, നിൻ്റെ ഈ സ്നേഹത്തിന് എനിക്ക് അർഹതയില്ലല്ലോ, നിൻ്റെ ഈ കരുതലിന് എനിക്ക് യോഗ്യതയില്ലല്ലോ, നിൻ്റെ ഈ സ്വർഗീയ പദ്ധതിയിൽ എന്നെ ഉൾപ്പെടുത്താൻ ഞാൻ ആര്? കർത്താവേ, ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഒരു ചത്ത നായയെപ്പോലുള്ളവനെന്ന് വേദപുസ്തകത്തിൽ ഒരു ദൈവവൈതൽ പറയുന്നുണ്ട്. ഞാനൊരു ചത്ത നായയെപ്പോലുള്ളവനാണെന്ന്, ഞാൻ അത്ര നിസ്സാരനാണ് എന്ന്, ഞാനൊരു ചെള്ളാണ് എന്ന് പറയുന്നുണ്ട്. അതെന്താണ് പറഞ്ഞതിൻ്റെ അർത്ഥം? ഞാൻ അത്ര നിസ്സാരനാണ്, ഞാൻ അത്ര വിലകെട്ടവനാണ്, പക്ഷേ നീ എന്നെ വിലയേറിയവനും മാന്യനുമായി നീ എണ്ണി എന്നാണ് ദൈവവൈതൽ പറയുന്നത്. ദൈവം നമ്മെ മാന്യരായി എണ്ണി, ദൈവം നമ്മെ വിലയുള്ളവരാക്കി തീർത്തു, ദൈവം നമുക്ക് അഡ്രസ്സ് തന്നു. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. നടത്തി വന്ന വിധങ്ങൾ, കൊണ്ടുവന്ന വഴികൾ, ഇന്നുവരെയും എത്തിച്ചേർന്നതായ ഓരോ വിധങ്ങൾ നാം തിരിഞ്ഞു നോക്കൂ. അപ്പോൾ നന്ദി കൊണ്ട് നിങ്ങളുടെ ഉള്ളം നിറയും. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നിങ്ങൾ അറിയാതെ ദൈവത്തെ നിങ്ങൾ സ്തുതിക്കാൻ തുടങ്ങും. കർത്താവിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. അപ്പോഴാണ് സ്തുതിയുടെ മാഹാത്മ്യം നിങ്ങൾക്ക് അനുഭവമായി തീരുന്നത്, സ്തുതിയുടെ സന്തോഷം നിങ്ങൾക്ക് ലഭിക്കുന്നത്, സ്തുതിയുടെ മാധുര്യം നിങ്ങൾ അനുഭവിക്കാൻ തുടങ്ങുന്നത്, സ്തുതിയുടെ ആരാധനയുടെ സൗകുമാര്യത്തിൽ നിങ്ങൾ നിങ്ങളെ തന്നെ മറന്ന് ദൈവത്തിന് സ്തോത്രം കരയേറ്റാൻ തുടങ്ങുന്നത്. ദൈവത്തിന് സ്തോത്രം. അബ്രഹാമിനെ ദൈവം പരീക്ഷിച്ചു. അബ്രഹാമേ എന്ന് വിളിച്ചു, പേർ ചൊല്ലി വിളിക്കുകയാണ്. അബ്രഹാമിനെ അറിയുന്ന ദൈവം, അബ്രഹാമിനെ പേരറിയുന്ന ദൈവം, അബ്രഹാമിനെ വിളിച്ച് ഇത്രയും വരെ കൊണ്ടുവന്ന ദൈവം അബ്രഹാമേ എന്ന് വിളിച്ചു.
ഞാനിവിടെ ഉണ്ടല്ലോ കർത്താവേ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിവിടെ ഉണ്ടല്ലോ. അബ്രഹാം വിനയപൂർവ്വം പറഞ്ഞു, ഞാൻ ഇതാ, അടിയൻ ഇതാ എന്ന് പറഞ്ഞു. നീ നിൻ്റെ മകനെ, നീ സ്നേഹിക്കുന്ന നിൻ്റെ ഏകജാതന ഇസ്ഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോറിയാദേശത്ത് ചെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരുന്ന മലയിൽ അവനെ ഹോമയാഗം കഴിക്കുക എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അബ്രഹാം അല്പനേരം ഒന്ന് അമ്പരന്നു. എന്താണ് ഈ കേൾക്കുന്നത്? ദൈവത്തിന് വ്യക്തമായ ഒരു പരിപാടി എന്നെക്കുറിച്ച്, എൻ്റെ മകനെക്കുറിച്ചും ഉണ്ട് എന്നാണല്ലോ എനിക്ക് ലഭിച്ചിരിക്കുന്നതായ വചനം. ദൈവം എന്നോട് കൽപ്പിച്ചതാണല്ലോ. അങ്ങ് മെസപ്പൊട്ടോമിയയിൽ നിന്ന് ഞാൻ പുറപ്പെട്ടു പോരുമ്പോൾ അവിടെ യൂഫ്രട്ടീസ്, ടൈഗ്രീസ് നദികളുടെ അക്കരെ ദേശത്ത് നിന്ന് ഞാൻ പുറപ്പെട്ട് ഈ കനാനിലേക്ക് ഞാൻ യാത്ര പുറപ്പെടുന്നതിന് മുൻപ് അന്ന് ദൈവത്തിൻ്റെ അരുളപ്പാട് എനിക്ക് ലഭിച്ചപ്പോൾ പറഞ്ഞത്, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കുമെന്നാണ്. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കുമെന്ന്. ഞാൻ നടന്നു വന്ന സ്ഥലങ്ങളിലൊക്കെയും ദൈവം എനിക്ക് വാഗ്ദത്തങ്ങൾ പുതുക്കി തന്നുകൊണ്ടിരുന്നു. നിൻ്റെ സന്തതി ഈ ദേശം അനുഭവമാകുമെന്ന് പറഞ്ഞു. നിൻ്റെ സന്തതി ആകാശത്തിൽ നക്ഷത്രം പോലെയാകുമെന്ന് പറഞ്ഞു. നിൻ്റെ സന്തതി കടൽക്കരയിൽ മണൽ പോലെയാകുമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ലഭിച്ചിരിക്കുന്ന ഈ ഏകജാതൻ ദൈവം എടുത്ത് പറയുകയും ചെയ്തു, ഏകജാതനെന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഇസ്ഹാക്കിനെ ഞാൻ കൊന്നാൽ, അവന് യാഗം അർപ്പിച്ചാൽ പിന്നെ എങ്ങനെയാണ് ദൈവത്തിൻ്റെ വാഗ്ദത്തം നിറവേറുന്നത്? സ്വാഭാവികമായി സംശയം വരാവുന്നതാണ്. ദൈവം പറഞ്ഞ വചനം ആ വചനത്തിന് വിരുദ്ധമായിട്ടല്ലേ ഇപ്പോൾ കിട്ടുന്നത്? അപ്പോൾ ഇത് ദൈവികമായ വചനമാണോ എന്ന് വേണമെങ്കിൽ മാനുഷികമായി ചിന്തിച്ചു പോകാവുന്നതാണ്. പക്ഷേ അബ്രഹാമിന് സംശയമില്ല. ദൈവം കൽപ്പിച്ചു. അന്ന് ദൈവം എന്നോട് പറഞ്ഞതാണ്, നിനക്ക് ആകാശത്തിൽ നക്ഷത്രങ്ങളെ പോലെ സന്തതിയെ തരുമെന്ന്. ദൈവം എന്നോട് പറഞ്ഞതാണ്, നിന്റെ സന്തതി ഈ ദേശം അവകാശമാക്കുമെന്ന്. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൽ വ്യക്തമായി അതിരുതിരിച്ച് ഇന്ന സ്ഥലം മുതൽ ഇന്ന സ്ഥലം വരെയും നിന്റെ സന്തതി അവകാശമായി അനുഭവിക്കുമെന്ന് സ്വർഗത്തിലെ ദൈവം എന്നോട് കൽപ്പിച്ചതാണ്. അത് ദൈവം പറഞ്ഞത് തന്നെയാണ്. അതേ ദൈവം തന്നെയാണ് ഇപ്പോൾ എന്നോട് പറയുന്നത്, നിന്റെ മകനെ, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസ്ഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോറിയാദേശത്ത് ചെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരുന്ന മലയിൽ നീ അവനെ ഹോമയാഗം കഴിക്കുക എന്ന് പറയുന്നത്. അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു. എന്താണ് വിശ്വസിച്ചത്? അത് എബ്രായ ലേഖന കർത്താവ് പറയും. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു. അബ്രഹാം വിശ്വസിച്ചത് മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിപ്പാൻ ദൈവം ശക്തൻ എന്ന് എണ്ണി. നമ്മങ്ങനെയാണ് വായിക്കുന്നത്. വിശ്വാസത്താൽ അബ്രഹാം താൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ ഇസ്ഹാക്കിനെ യാഗമർപ്പിച്ചു. ഇസ്ഹാക്കിൽ നിന്ന് ജനിക്കുന്നവർ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടുമെന്ന് അരുളപ്പാട് ലഭിച്ച് വാഗ്ദത്തങ്ങളെ കൈക്കൊണ്ടവൻ തൻ്റെ ഏകജാതിനെ അർപ്പിച്ചു. മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിപ്പാൻ ദൈവം ശക്തനെന്ന് എണ്ണുകയും അവരുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റനെ പോലെ അവനെ തിരികെ പ്രാപിക്കുകയും ചെയ്തു. മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റവനെ പോലെ തിരികെ പ്രാപിച്ചു. മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കാൻ ദൈവം ശക്തനെന്ന് അബ്രഹാം വിശ്വസിച്ചു. ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. വിശ്വാസം അതാണ്. ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. വചനത്തിൽ ആഴമേറിയ വിശ്വാസം, വചനത്തിൽ വ്യക്തമായ വിശ്വാസം, വചനത്തിൽ ശക്തമായ വിശ്വാസം, വചനത്തിൽ ദൃഢമായ വിശ്വാസം. എന്നോട് കൽപ്പിച്ച ദൈവം ഇപ്പോൾ എന്നോട് ഇങ്ങനെ പറയുമ്പോൾ ഞാൻ സംശയിക്കുന്നില്ല എന്ന് അബ്രഹാം സ്വയം ഉറയ്ക്കുകയാണ്. അബ്രഹാം മകനെ കൂട്ടിക്കൊണ്ട് പുറപ്പെടുന്നതായിട്ട് വളരെ പെട്ടെന്ന് ആ വിഷയത്തിലേക്ക് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആ വിവരണം നീങ്ങുകയാണ്. നാം വായിക്കുന്നത് എങ്ങനെയാണ്? അബ്രഹാം അധികാലത്ത് എഴുന്നേറ്റ് കഴുതയ്ക്ക് കോപ്പിട്ട് കെട്ടി ബാല്യക്കാരിൽ 2 പേരെയും തൻ്റെ മകൻ ഇസ്ഹാക്കിനെയും കൂട്ടി ഹോമയാഗത്തിന് വിറകേറി എടുത്തും കൊണ്ട് പുറപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. എന്താണ് പറയുന്നത്? അബ്രഹാം അധികാലത്ത് എഴുന്നേറ്റു. അതിനിടയ്ക്ക് എന്തെല്ലാം സംഭവങ്ങൾ നടന്നു കാണും. ആ രാത്രി അബ്രഹാം ഉറങ്ങിക്കാണുമോ? നമുക്ക് അറിഞ്ഞുകൂടാ. തിരുവചനത്തിൽ ആ കാര്യങ്ങളൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. എത്രയോ കാര്യങ്ങൾ അതിൻ്റെ പിന്നിൽ നടന്നത് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അബ്രഹാം എത്രയോ നേരം ആലോചിച്ച് കാണും, എത്രയോ നേരം പ്രാർത്ഥിച്ച് കാണും. അബ്രഹാം പിന്നെ ഉറങ്ങിക്കാണുകയില്ല, പ്രാർത്ഥനാനിരതനായി ഇരുന്ന് കാണും. ഭാര്യയോട് അതിനെക്കുറിച്ച് വ്യക്തമായൊരു സൂചന കൊടുത്തു കാണുകയില്ല. പക്ഷേ ഞാനവിടെ യാഗം കഴിക്കാൻ പോവുകയാണെന്ന് മാത്രമായിരിക്കും ഭാര്യയോട് പറഞ്ഞുള്ളൂ. സാറ മോനെ ഉമ്മ വെച്ച് മോനെ യാത്ര അയക്കുന്നു. അബ്രഹാം ഈ മോനെ കൂട്ടിക്കൊണ്ട് പോകുന്നു. അബ്രഹാം രാവിലെ എഴുന്നേറ്റു, ബദ്ധപ്പാടോടെ എഴുന്നേറ്റു, കൃത്യമായി എഴുന്നേറ്റു. ദൈവത്തിൻ്റെ വചനമനുസരിക്കാനുള്ള ബദ്ധപ്പാട് നാം കാണുകയാണ്. അതിനുള്ള തിടുക്കം നാം കാണുകയാണ്. വചനമനുസരിക്കാനുള്ളതായ തിടുക്കം.
പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള മെസ്സേജ് തരുമ്പോൾ അതനുസരിക്കാൻ നാം തിടുക്കപ്പെടേണ്ടതാണ്. ദൈവത്തിൻ്റെ വചനം കൃത്യമായി നമ്മോട് കൽപ്പിക്കുമ്പോൾ വചനം അനുസരിക്കാൻ നാം തിടുക്കം കൂട്ടേണ്ടതാണ്. ഒരു നിമിഷം നാം വൈകരുത്, അല്പം പോലും സമയം തെറ്റരുത്. ദൈവത്തിൻ്റേതായ സമയം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, ദൈവത്തിൻ്റെ വചനപ്രകാരമുള്ള സമയം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു സെക്കൻഡ് പോലും വൈകാൻ പാടില്ല. അതിവേഗം നീങ്ങിക്കൊള്ളണം. അധികാലത്ത് എഴുന്നേറ്റു. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമുക്കെല്ലാം പലപ്പോഴും ദൈവം കൃപയാൽ വചനം തന്നിട്ടുണ്ട്. ഓരോ തരത്തിൽ, ഓരോ വിധത്തിൽ, ഓരോ കാര്യങ്ങളിൽ ദൈവം നമുക്ക് വചനം തന്നിട്ടുണ്ട്. കർത്താവിൻ്റെ വചനം നമുക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതിന് അനേകം അനുഭവങ്ങൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ട്. എൻ്റെ കർത്താവിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ബലഹീനനായ എനിക്ക് അനുഭവങ്ങളുണ്ട്, നിങ്ങൾക്കും അനുഭവങ്ങളുണ്ട് എന്നെനിക്കറിയാം. സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വചനം സ്പെസിഫിക് മെസ്സേജ് കിട്ടിക്കഴിഞ്ഞാൽ, കൃത്യമായ വചനം കിട്ടിക്കഴിഞ്ഞാൽ, വളരെ നിശ്ചിതമായ വചനം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അമാന്തിക്കരുത്, പിന്നെ താമസിക്കരുത്, പിന്നെ വൈകരുത്. അബ്രഹാം അധികാലത്ത് എഴുന്നേറ്റു. എന്തു ചെയ്തു? ഒരുക്കങ്ങൾ നടത്തുകയാണ്. അധികാലത്ത് എഴുന്നേറ്റു, കഴുതയ്ക്ക് കോപ്പിട്ട് കെട്ടി, ബാല്യക്കാരിൽ 2 പേരെ കൂട്ടി. ബാല്യക്കാരിൽ 2 പേര്. വളരെ കൃത്യമായിട്ടാണ് ഈ പറയുന്നതെല്ലാം. അബ്രഹാം അതെല്ലാം വളരെ കൃത്യമായിട്ട് ചെയ്യുന്നത്. ഏതാനും വേലക്കാരെ വിളിച്ചു എന്നല്ല, 2 വേലക്കാരെ വിളിച്ചു, 2 ബാല്യക്കാരെ കൂട്ടി, കഴുതയ്ക്ക് കോപ്പിട്ട് കെട്ടി. കുറേ ദിവസം യാത്ര ചെയ്ത് പോകേണ്ടതല്ലേ, 3 ദിവസത്തെ യാത്രയുണ്ട്. ഈ യാത്ര ചെയ്ത് പോകാനുള്ളത് കൊണ്ട് ആഹാര കാര്യങ്ങളെല്ലാം നോക്കണം. പോകുന്ന വഴി മരുഭൂമിയിൽ കൂടെയുള്ള യാത്രയാണ്. തീർച്ചയായിട്ടും വെള്ളം കരുതേണ്ടതുണ്ട്. പല കാര്യങ്ങൾ അതെല്ലാം കരുതി. പിന്നെ നാം വായിക്കുന്ന എന്താണ്? കഴുതയ്ക്ക് കോപ്പിട്ട് കെട്ടി, ബാല്യക്കാരിൽ 2 പേരെയും തൻ്റെ മകൻ ഇസ്ഹാക്കിനെയും കൂട്ടി ഹോമയാഗത്തിന് വിറക് കീറി എടുത്തും കൊണ്ട് പുറപ്പെട്ടു. എല്ലാം കൃത്യമായിട്ടാണ് പറയുന്നത്. വിറക് കീറി എടുത്തും കൊണ്ട്. അവിടെ ചെന്നതും ചെയ്യാൻ നേരമില്ല, അവിടെ ചെന്ന് ഈ വിറക് കീറാൻ നേരമില്ല, അവിടെ ചെന്ന് വിറക് സംഭരിക്കാൻ ഒക്കുകയില്ല, അതിനുള്ള സമയമെടുക്കാൻ പറ്റുകയില്ല. എല്ലാം കൃത്യമായി ചെയ്ത് മുന്നോട്ട് നീങ്ങുകയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവജനത്തിന് എല്ലാറ്റിൻ്റെ കൃത്യത വേണം. ഞാൻ പറയട്ടെ, ഞാൻ അത് ആ രീതിയിൽ നിങ്ങളുടെ മുന്നിൽ പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാറ്റിനും വേണം കൃത്യത. നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുന്നതിന് കൃത്യത വേണം, നിങ്ങൾ ജോലിക്ക് പോകുന്നതിന് കൃത്യത വേണം, നിങ്ങളുടെ ജോലിയിലൊരു കൃത്യത വേണം, നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിവിധ കാര്യങ്ങളിലെല്ലാം ഒരു ആക്യുറസി നിങ്ങൾക്ക് വേണം, ഒരു കൃത്യത നിങ്ങൾക്ക് വേണം. എല്ലാറ്റിലും ആക്യുറേറ്റ് ആയിരിക്കണം, എല്ലാ കാര്യങ്ങളിലും കൃത്യതയായിരിക്കണം. നിങ്ങൾ പഠിക്കുന്ന കുട്ടികൾ അവരുടെ പഠിത്തത്തിന് ഒരു പ്രത്യേക നിശ്ചിത സമയം വെച്ചിരിക്കണം. കൃത്യം ടൈം ടേബിൾ വെച്ചുകൊണ്ട് തന്നെ പഠിക്കണം. ശരിക്കും ഓരോന്ന് ഇന്ന സമയം കൊണ്ട് പഠിച്ച് തീർക്കണമെന്നുള്ളതായി തീരുമാനം ഉണ്ടായിരിക്കണം. കാര്യങ്ങൾക്കെല്ലാം ഒരു കൃത്യത വേണം. ഒരിക്കലും ഈ കുഴഞ്ഞ് നിങ്ങളുടെ ജീവിതം പോകാൻ പാടില്ല. അയവുണ്ടാകരുത്. വളരെ ആക്യുറേറ്റായിട്ട് വേണം ഓരോ കാര്യങ്ങൾ. പൈസയുടെ കാര്യങ്ങളിലാണെങ്കിൽ ആക്യുറസി കീപ്പ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ എന്താണ്? പൈസയുടെ കാര്യത്തിൽ കൃത്യത നിങ്ങൾ പാലിക്കണം. എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾ ഒരാളോട് 10 രൂപ വാങ്ങുന്നെങ്കിൽ അത് കൃത്യത ഉണ്ടായിരിക്കണം. അത് തിരിച്ചു കൊടുക്കുന്നതിന് കൃത്യത വേണം. അത് വളരെ കൃത്യമായി അത് നിർവഹിക്കണം. എല്ലാറ്റിനും വേണം ഒരു ഡെഫിനിറ്റ് ആറ്റിറ്റ്യൂഡ്, ഒരു നിയതമായ കൃത്യത എല്ലാറ്റിനും നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. എല്ലാ കാര്യങ്ങൾക്കും നിങ്ങളുടെ പേന വയ്ക്കുന്നത് എവിടെ, അത് അവിടെ ആ പേന അവിടെ തന്നെ വെച്ചിരിക്കണം. നിങ്ങളുടെ പുസ്തകങ്ങൾ എവിടെ, അതവിടെ ഉണ്ടായിരിക്കണം. എല്ലാം അവിടെ ചിന്നിത്തൂകി കിടക്കരുത്. ഫൗണ്ടൻ പെൻ, നിങ്ങളുടെ പേന വേണമെങ്കിൽ നിങ്ങളുടെ ബെഡ്റൂമിൽ കിടക്കയിൽ കിടക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ നോട്ട് പുസ്തകങ്ങൾ അത് ഊണുമേശപ്പുറത്തിരിക്കുക. അങ്ങനെയൊന്നും പാടില്ല. എല്ലാറ്റിനും ഒരു കൃത്യത. ദൈവമക്കൾക്ക് എല്ലാ കാര്യങ്ങൾക്കും ഒരു ആക്യുറസി ഉണ്ടായിരിക്കണം എന്ന് ഞാൻ പറയട്ടെ. നിങ്ങൾക്കത് മനസ്സിലാകുമെന്ന് എനിക്ക് തോന്നുന്നു. സകല കാര്യങ്ങളിലും ഒരു കൃത്യത പാലിക്കാൻ നിങ്ങൾക്ക് സാധിക്കുക. അലസത പാടില്ല. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ മക്കൾ അലസരായിരിക്കരുത്. അവരുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങൾക്കും എപ്പോഴും ഒരു നിയതമായ വ്യക്തമായ തീരുമാനശക്തി നിഴലിട്ട് അവരുടെ ജീവിതത്തെ നിയന്ത്രിക്കേണ്ടതാണ് എന്നുള്ളത് നിങ്ങൾക്ക് അനുഭവമാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ അബ്രഹാം എല്ലാം തയ്യാറാക്കി പുറപ്പെടുകയാണ്. ഹോമയാഗത്തിന് വിറക് കീറി എടുത്തും കൊണ്ട് പുറപ്പെട്ടു. ദൈവം തന്നോട് കൽപ്പിച്ച സ്ഥലത്തേക്ക് പോയി. ഞാൻ എൻ്റെ വേദപുസ്തകത്തിൽ ദൈവം തന്നോട് കൽപ്പിച്ച സ്ഥലത്തേക്ക് എന്നുള്ളതിലാണ് ഞാൻ അണ്ടർലൈൻ ചെയ്തു. അതെന്തുകൊണ്ടാണെന്നറിയാമോ? അതെൻ്റെ ഹൃദയത്തെ തൊട്ടു. ദൈവം തന്നോട് കൽപ്പിച്ച സ്ഥലത്തേക്ക് പോയി. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വള്ളിയും പുള്ളിയും മാറാൻ പറ്റുകയില്ല. ഹോമയാഗം കഴിക്കാനല്ലേ പറഞ്ഞത്? ഹോമയാഗം കഴിച്ചാൽ മതിയല്ലോ, അത് കുറച്ചങ്ങോട്ട് മാറി എവിടെയെങ്കിലും കഴിച്ചാലും മതിയല്ലോ. അങ്ങനെ അബ്രഹാം ചിന്തിച്ചില്ല. ദൈവം തന്നോട് കൽപ്പിച്ച സ്ഥലത്തേക്ക് പോയി. എല്ലാ കാര്യങ്ങളും
വളരെ വ്യക്തമായി ദൈവത്തിൻ്റെ നടത്തിപ്പനുസരിച്ച്, ദൈവത്തിൻ്റെ കൽപ്പനയനുസരിച്ച് തന്നെയാണ് അബ്രഹാം ചെയ്തത്. സഹോദരങ്ങളെ, നിങ്ങൾക്ക് അനുഗ്രഹം വേണമെങ്കിൽ, നിങ്ങൾക്ക് ആത്മീയ ജീവിതത്തിൽ മുന്നേറ്റം വേണമെങ്കിൽ, നിങ്ങൾക്ക് ഭൗതിക ജീവിതത്തിൽ ഐശ്വര്യത്തിൽ വളരണമെങ്കിൽ, നിങ്ങൾക്ക് ജീവിതത്തിൽ ചില നിഷ്ഠകൾ ആവശ്യമാണ്. ചില വ്യക്തമായ നിഷ്ഠകൾ. ഈ റെഗുലാരിറ്റി ആൻഡ് പങ്ക്ച്വാലിറ്റി എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? റെഗുലാരിറ്റി, നിങ്ങൾക്ക് ഒരു കൃത്യനിഷ്ഠ വേണം. പങ്ക്ച്വാലിറ്റി, നിങ്ങൾക്കൊരു സമയനിഷ്ഠ വേണം. എല്ലാ കാര്യങ്ങൾക്കും റെഗുലറായിരിക്കണം, പങ്ക്ച്വലായിരിക്കണം. അങ്ങനെ ഓരോ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ആ നിഷ്ഠ പാലിക്കാൻ സാധിക്കുന്നെങ്കിൽ അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ രംഗത്തും നിങ്ങൾക്ക് വിജയിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും. നിങ്ങൾ പറയുന്ന വാക്കിന് കൃത്യതയുണ്ടായിരിക്കും, നിങ്ങൾ പറയുന്ന വാക്കിന് വിലയുണ്ടായിരിക്കും. നിങ്ങളൊരു വാക്ക് പറഞ്ഞാൽ അത് അപ്രകാരം തന്നെയെന്ന് മറ്റുള്ളവർക്ക് വിശ്വസിക്കാൻ സാധിക്കും. നിങ്ങളൊരു സ്ഥലത്ത് ചെല്ലുമെന്ന് പറഞ്ഞാൽ അത് അവിടെ ആ സമയത്ത് എത്തിയിരിക്കും എന്നുള്ളതായ ഉറപ്പ് മറ്റുള്ളവർക്ക് ലഭിച്ചിരിക്കും. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ഒരു നിഷ്ഠയുണ്ടായിരിക്കും. ദൈവം കൽപ്പിച്ച സ്ഥലം, അതാണ് അബ്രഹാമിനെ നിയന്ത്രിക്കുന്നത്. ദൈവം കൽപ്പിച്ച സ്ഥലം, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രത്യേകത. ദൈവം എന്നോട് കൽപ്പിച്ചിരിക്കുന്നൊരു കാര്യം, അതിൽ മാറ്റം വരാൻ പാടില്ല. ദൈവം എന്നോട് കൽപ്പിച്ചിരിക്കുന്നതായ ഒരു സ്ഥലം, അതിൽ മാറ്റം വരാൻ പാടില്ല. ദൈവം തന്നോട് കൽപ്പിച്ച സ്ഥലത്തേക്ക് പോയി. പ്രിയപ്പെട്ടവരെ, ഞാൻ പ്രായോഗികമായ അനുഭവത്തിൽ നിങ്ങളോട് സ്നേഹത്തോടെ ചോദിക്കട്ടെ, ദൈവം നിങ്ങൾക്ക് ഓരോരുത്തർക്കും സമ്പൂർണ്ണമായ മാതൃകാപരമായൊരു ജീവിതം തരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞങ്ങൾ പറയുകയാണ്. മാതൃകാപരമായൊരു ജീവിതത്തിൽ കൃത്യത പാലിക്കാൻ സാധിക്കട്ടെ, സമയനിഷ്ഠ പാലിക്കാൻ സാധിക്കട്ടെ, കൃത്യനിഷ്ഠ പാലിക്കാൻ സാധിക്കട്ടെ, ദൈവത്തിൻ്റെ വചനത്തിന് പ്രാമുഖ്യം കൊടുക്കാൻ സാധിക്കട്ടെ, ദൈവത്തിൻ്റെ വചനത്തെ അണുവിട വിടാതെ പിൻപറ്റുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ദൈവത്തിൻ്റെ വചനം, ആ വചനം നമുക്ക് ലഭിക്കുന്നത് അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. കർത്താവേ, നിൻ്റെ വചനം ഞങ്ങൾക്ക് നീ ദാനമായി തരുന്നല്ലോ. നിൻ്റെ വചനം ഞങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നീ തരുന്നല്ലോ. നിൻ്റെ വചനം ഞങ്ങളുടെ മേൽ നീ ഊതുന്നല്ലോ കർത്താവേ. നിൻ്റെ വചനത്താൽ ഞങ്ങളെ ജീവിപ്പിക്കുന്നല്ലോ കർത്താവേ. നിൻ്റെ വചനത്താൽ ഞങ്ങളെ ശക്തീകരിക്കുന്നല്ലോ കർത്താവേ. നിൻ്റെ വചനം ഞങ്ങളുടെ ഹൃദയത്തിൽ, ഞങ്ങളുടെ ഉള്ളത്തിലേക്ക് അസ്ത്രം പോലെ കടന്നു വരുവാൻ നീ തിരുമനസ്സായി കൽപ്പിക്കുന്നല്ലോ കർത്താവേ. ദൈവമേ, ഈ വചനത്താൽ ഞങ്ങളെ സമ്പൂർണ്ണമായി രൂപാന്തരപ്പെടുത്തണമേ കർത്താവേ. എന്നെ നീ രൂപാന്തരപ്പെടുത്തണമേ, എൻ്റെ ജീവിതം നീ പാകപ്പെടുത്തണമേ, പരുവപ്പെടുത്തണമേ. നിങ്ങൾ പ്രാർത്ഥിക്കൂ, നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ജീവനുള്ള ദൈവമേ, ഈ മനോഹരമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നിൻ്റെ വചനപ്രകാരം അണുവിട വിടാതെ, അല്പം പോലും മാറ്റം വരാതെ കരുതലോടെ ജീവിപ്പാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണമേ. വചനാനുസൃതമായി ജീവിച്ചുകൊണ്ട് കർത്താവേ, ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ തിരുവചനത്തിൻ്റെ വള്ളിയും പുള്ളിയും മാറ്റമില്ലാത്തതെന്ന് ഗ്രഹിച്ച് അതനുസരിച്ച് ജീവിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതം ധന്യമാക്കുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഭാഗ്യം തരണമേ. വിശ്വാസത്തിൻ്റെ ഉയർച്ചയിലേക്ക് ഞങ്ങളെ നയിക്കണമേ. ഞങ്ങളിൽ കൂടി നിൻ്റെ നാമം ഈ ഭൂമിയിൽ മഹത്വപ്പെടുത്തണമേ. യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമീൻ.